നമസ്കാരം. ഇന്ന് തൊട്ടാണത് കേട്ടോ. എന്താണെന്നല്ലേ, കണ്ണൂരും തിരുവനന്തപുരത്തുമുള്ള 20 ഷോപ്പുകളിൽ 20 രൂപ പ്ലാസ്റ്റിക് കുപ്പികൾ, ബിവറേജിന്റെ 20 രൂപ പ്ലാസ്റ്റിക് കുപ്പികൾക്ക് കൂട്ടുന്നത് ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതായത് ഓർക്കണം, ഒരു മാസം 27 ലക്ഷം കുപ്പികളാണ് ഇവിടെ ഈ 20 യൂണിറ്റുകളിൽ നിന്ന് പുറത്തു പോകുന്നത്. ഓക്കെ, അപ്പം കുടുംബശ്രീ പ്രവർത്തകരെയാണ് ഇത് തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേകം രസീത് ഉണ്ടായിരിക്കും. ഈ രസീത് വേണമെന്നില്ല, ഇതിനകത്ത് സീഡിട്ട് പതിപ്പിക്കുന്ന ഒരു ലേബലുണ്ട്. ആ ലേബൽ ഉണ്ടെങ്കിലുള്ള കുപ്പികൾ ഇവർ തിരിച്ചെടുക്കും. ഒരു മാസം ഓർക്കണം, ഈ 20 യൂണിറ്റിൽ 4 കോടി കുപ്പികൾ 4 കോടി കുപ്പികളാണ് ഇവിടുന്ന് പുറത്തു പോകുന്നത്. അപ്പം അത് വാങ്ങുന്നത് ഇതിനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അവർ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഏത് രീതിയിലാക്കണം, കുറച്ച് നാൾ കഴിയുമ്പം QR കോഡ് ഒക്കെ പതിച്ച കുപ്പികളായിരിക്കും. അന്നേരം ഇങ്ങനെ രസീതിൻ്റെ ഒന്നും ആവശ്യമില്ല. അന്നേരം അവർ അല്ലാതെ തന്നെ ബില്ലിൻ്റെ കൂടെ തന്നെ ഇനി ഇപ്പം കൊടുക്കുന്നത് ഈ 20 രൂപയുടെ പ്രത്യേക രസീത് കൊടുക്കും. പക്ഷേ QR കോഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സംഭവമില്ല. ഇപ്പം പക്ഷേങ്കിൽ അങ്ങനെയല്ല കൊടുക്കുന്നത്, പ്രത്യേക രസീതാണ്. പ്രത്യേക ഔട്ട്ലെറ്റ് അതിന് തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് മുതലാണത്. അപ്പോൾ ഒരു കുപ്പിക്ക് 100 രൂപ അല്ലെങ്കിൽ 500 രൂപയുടെ കുപ്പിക്ക് നിങ്ങൾ 520 രൂപ കൊടുക്കേണ്ടി വരും. ഇനിയും ഭാര്യമാർക്ക് സന്തോഷിപ്പിക്കാനാണെങ്കിൽ ഈ കുപ്പി ഭാര്യമാരെ ഏൽപ്പിക്കുക, അവരൊരുമിച്ച് ഇത് കൊണ്ട് കൊടുത്താൽ അവർക്കൊരു ഒരു തുക കിട്ടുമല്ലോ. അങ്ങനെ ചിന്തിച്ചാലും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും കുപ്പി മേടിക്കാൻ പോകുന്നവന് 20 രൂപ കൊടുത്തിട്ട് അടുത്ത കുപ്പി മേടിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ. അതെന്തായാലും ബിവറേജിൻ്റെ ഒരു കള്ളക്കളി തന്നെയാണെന്ന് എനിക്ക് തോന്നുള്ളൂ. കാരണം എന്തായാലും ഒരുത്തൻ ഒരാൾ മേടിച്ച് ആ കുപ്പി തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം അവൻ എന്തായാലും ബിവറേജിൽ പോകത്തില്ല. അവൻ അടുത്ത കുപ്പി മേടിക്കാൻ പോകുമ്പോഴായിരിക്കും ഇതും കൊണ്ട് പോകുന്നത്, അല്ലേ? അപ്പോൾ അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കുടിയന്മാരുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പദ്ധതി. ആ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതല്ലാതെ നമുക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല.